ഹലോ ഫ്രണ്ട്സ്, ഹാപ്പി സൺഡേ ടു ഓൾ. കഴിഞ്ഞ ദിവസം ഞാനൊരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാർ കറക്റ്റായിട്ടുള്ള ആൻസർ പറഞ്ഞു, കുറേ ആൾക്കാർക്ക് സംശയം ഉണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ ഇതായിരുന്നു: നമ്മൾ ഒരു റീല് അല്ലെങ്കിൽ വീഡിയോ, ഇപ്പോൾ റീലും വീഡിയോയും രണ്ടും സെയിം ആണ്, ഞാനപ്പോൾ അതുകൊണ്ട് റീലൊന്നും മാത്രം യൂസ് ചെയ്യാം. ഒരു റീൽ ഇടുമ്പം അത് ഒരു വ്യൂ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ കാണുന്ന ആൾ എത്ര സെക്കൻഡ് കാണണം എന്ന് വെച്ചാൽ എത്ര സെക്കൻഡ് വ്യൂ ഉണ്ടെങ്കിലാണ് അതൊരു 1 വ്യൂ ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിന് ആൻസർ 3 സെക്കൻഡ് എന്നായിരുന്നു, 3ഉം അതിൽ കൂടുതലും. അപ്പം നമ്മൾ വിചാരിക്കും ഇത് വലിയൊരു കാര്യമാണോ, എന്നാൽ ഇതൊരു വലിയൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞാൽ എന്താണെന്ന്. ഇപ്പം നിങ്ങളൊരു റീൽ ഇടുമ്പം കുറേ ആൾക്കാർ അത് സ്ക്രോൾ ചെയ്ത് നോക്കുന്നുണ്ട്, കാണുന്നുണ്ട്. ഓക്കെ, അപ്പം കാണുന്ന ആൾക്കാർ ആ ഒരു റീല് 3 സെക്കൻഡ് അതിന് മേളിൽ കണ്ടാൽ മാത്രമേ അത് ഒരു വ്യൂ ആയിട്ട് കൂടത്തുള്ളൂ, അല്ലേ? അപ്പം 3 സെക്കൻഡ് താഴെയാണെങ്കിൽ അത് വ്യൂ ആയിട്ട് കൂടത്തില്ല. അതാണ് അതിന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ ഒരു വീഡിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റീല് അറ്റ്ലീസ്റ്റ് ഒരു 3 സെക്കൻഡ് കാണണം എന്നുണ്ടെങ്കിൽ ആദ്യത്തെ 3 സെക്കൻഡ് കുറച്ച് ഇംപ്രസീവ് ആയിരിക്കണം. ഇതിനു മുമ്പ് ഞാൻ റീൽ ക്രിയേറ്റ് ചെയ്യുമ്പം എന്തൊക്കെ പോയിന്റ്സ് ആണ് ആഡ് ചെയ്യേണ്ടത് എന്നതിൽ ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ആദ്യത്തെ 3 സെക്കൻഡ് അത് കുറച്ചും കൂടെ ക്യാപ്ചറിങ് ആയിരിക്കണം. എന്ന് വെച്ചാൽ ആ വീഡിയോ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ 3 സെക്കൻഡ് കുറച്ച് നല്ലൊരു പോയിന്റ് അതിൽ വേണം. അല്ലെങ്കിൽ നിങ്ങളുടെ ആ വീഡിയോ പറ്റിയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു 3 സെക്കൻഡ് മറ്റുള്ളവരെ ക്യാപ്ചർ ചെയ്യുക അല്ലെങ്കിൽ അവരെ പിടിച്ചിരുത്താൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ആ ഒരു 3 സെക്കൻഡിൽ വേണം. എങ്കിൽ മാത്രമേ ആൾക്കാർ റീൽ കാണത്തുള്ളൂ, അതിന് വ്യൂസ് കിട്ടത്തുള്ളൂ. ഇത് വ്യൂസിന്റെ കാര്യം മാത്രമാണ്. ഇപ്പം 4 സെക്കൻഡോ 5 സെക്കൻഡോ കണ്ടാൽ അതൊരു വ്യൂ ആയിട്ട് കൂട്ടും. പക്ഷേ അങ്ങനെ കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അത് എൻഗേജ് ആവണമെന്നില്ല. എൻഗേജ് ആവണമെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ചെയ്യേണ്ടത് അതിൽ കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിൽ കമന്റ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വേണം, അല്ലെങ്കിൽ അവർക്ക് ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും കണ്ടന്റ് വേണം, അപ്പോൾ അവർ അതിന് കമന്റ് ഇടും. ചിലപ്പം എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിക്കണം, അപ്പോൾ അവർ അതിന് ആൻസർ പറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും കുറച്ച് എൻഗേജിങ് ആവുന്ന കണ്ടന്റ്സ് ഉണ്ടെങ്കിൽ അവിടെ എൻഗേജ്മെന്റ് കിട്ടത്തുള്ളൂ. ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, നമുക്ക് ഏർണിങ്സ് കിട്ടണമെങ്കിൽ എൻഗേജ്മെന്റ് ആണ് വേണ്ടത്, വ്യൂസ് അല്ല. വ്യൂസും ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം കൂടുതൽ വ്യൂസ് വരുമ്പം മറ്റുള്ളവരെ കാണിക്കാൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ പൈസ കിട്ടാൻ നമുക്ക് എൻഗേജ്മെന്റ് തന്നെ വേണം. കിട്ടാത്ത ആൾക്കാർക്ക് കൂടുതൽ വ്യൂസ് ഉണ്ടല്ലോ എന്നുള്ള ഒരു വിശ്വാസത്തിൽ നമുക്ക് ഇരിക്കാം, അത് മാത്രമാണ്. അപ്പോൾ ഇപ്പോൾ ഒരു ഐഡിയ കിട്ടി കാണും എങ്ങനെയാണ് വ്യൂസ് കാൽക്കുലേറ്റ് ചെയ്യണം നിങ്ങൾ റീൽ ഇടുമ്പോൾ.